ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടാണ്. ഇവിടെ ഒരു കോട്ടേജ് ആണ്. നമുക്ക് അങ്ങ് മലയിൽ വരെ കയറി പോകാനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, ബെൻസാണ്. ഇത് ഞാൻ ഫുള്ളി കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ്. മേളിലത്തെ ആ ഒരു ബോക്സൊക്കെ കണ്ടോ, നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഞാൻ പണിഞ്ഞെടുത്തൊരു ബെൻസാണ്. സൂപ്പർ ബെൻസാണ്. പവറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത് രണ്ടാമത് ഒരുപാട് പണിഞ്ഞ വണ്ടിയാണ്. നമ്മളിന്നലെ താമസിച്ചിരുന്ന ഇതുപോലത്തെ ഒരിടത്തായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വണ്ടിയൊന്നും തന്നെ ഇല്ലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും. കാരണം ഇതൊരു ഒരു വളരെ അപകടമായിട്ടുള്ളൊരു ഹൈ റേഞ്ചാണ്. വളരെ അപകടമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ വളവും അത്രയ്ക്ക് അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വലിയ വണ്ടീനെ കയറ്റി വിടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇങ്ങോട്ട് കൊച്ചു വണ്ടിക്കാരും പേടിച്ചിട്ട് വരാറില്ല. ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ അവിടെ താമസിച്ച അവർ തന്നെ കസ്റ്റമേഴ്സ് ഇല്ലാണ്ട് എല്ലായിടവും പൂട്ടിയിട്ടിരിക്കുകയാണ് റൂമുകൾ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് കണ്ടില്ല, ഇപ്പം തന്നെ നിങ്ങൾ നോക്കി കാണാൻ പറ്റും എത്രമാത്രം അപകടമായിട്ടുള്ള വഴികളാണ്. കണ്ടില്ലേ? ഇപ്പം തന്നെ ഞാൻ ഉള്ളിലിട്ടിട്ട് തിരിക്കരുത്ത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് വണ്ടി പൊങ്ങിയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? അത്രയ്ക്ക് കയറ്റമാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഈ വളവ് കണ്ടോ? ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വളവത്ത് എന്തായാലും പെടും. അപ്പം നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഈ ഹരം കയറിയിട്ട് വരുന്നതാണ് കേസ്. ഞാനും ഇന്നലെ വന്നപ്പോഴാണ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കണ്ടില്ലേ ഇത്രയും ഇങ്ങനത്തെ സ്ഥലത്താണ് കിടക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ വലിയ വിഷയമൊന്നും കാണിക്കുന്നില്ല. കാരണം അതിനകത്തല്ലെങ്കിൽ അങ്ങനെ കാണിക്കത്തില്ലല്ലോ. വന്നു കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ വിഷയങ്ങളുണ്ട്, ഇത്ര വലിയ വളമുണ്ടെന്നൊക്കെ. ഇവിടെ പലയിടത്തും ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഇത് കണ്ടോ, ഗൈസ് ഇതിന് എന്താണ് ഗൈസ് പറയുക? സോറി ഗൈസ്, മറന്നുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്? കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ വണ്ടി അങ്ങോട്ട് പോയേ. ഇവിടെ പലയിടത്തും അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയെല്ലാം നേരെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടങ്ങ് പോവും. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ലേശം ഒന്ന് മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തു എനിക്കൊന്ന് പേടിയായിട്ടുണ്ട്. കാരണം മഴ പെയ്താൽ പേടി വരുന്ന എന്തിനാണെന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കും. വേറൊന്നുമല്ല, സ്കിഡാവുമെന്ന് തന്നെയാണ്. സ്കിഡായി കഴിഞ്ഞാൽ പണിയാണ്. നമ്മൾ ഇത്രയൊക്കെ കാശ് മുടക്കി വാങ്ങിച്ച നമ്മുടെ കാറും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പണിഞ്ഞില്ലേ നമ്മുടെ വണ്ടി. എല്ലാം കൂടി പോയാൽ വണ്ടി പോയാൽ പോയെന്നേ ഉള്ളൂ. സ്കിഡായി എനിക്കും എല്ലാം പറ്റിയാലോ? ഒന്നും വരില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്കറിയാലോ ഞാനൊരു പ്രോ പ്ലെയറാണ്. ഓക്കെ, ഞാൻ നല്ലൊരു ഡ്രൈവറാണെന്ന് പറയുമായിരുന്നു. മുമ്പ് ഇടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും നമ്മുടെ കാറിൻ്റെ ഡാമേജ് 97%. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് നാട്ടിൽ എത്തിയിട്ട് എന്തായാലും ഉടനെ പണിയുന്നതായിരിക്കും. വലിയ വളവാടാ. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെയൊക്കെ വഴിയുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് ആരും വരാത്തത്. അല്ലാണ്ട് വലിയ ഉള്ളിലായിട്ടൊന്നും അല്ല. ശരിയാണ്, അത്യാവശ്യം ഉള്ളിലായിട്ടാണ്. എന്നാലും ഇങ്ങനെയുള്ളിടത്തൊക്കെ വണ്ടി വരണ്ടേ അല്ലേ ഒരു ടൂറിസ്റ്റ് അങ്ങനായിട്ട്. പക്ഷേ ഇവിടെ വരില്ല. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും. ഇടയ്ക്ക് വല്ല ഒരു വണ്ടി കണ്ടാൽ കണ്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. മഴ നിന്നില്ല കേട്ടോ. മഴ നിൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നുമില്ല. ഒരഞ്ഞു ഗൈസ്, വണ്ടീൻ്റെ സൈഡെല്ലാം ഇടിച്ചൊരയുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ എത്തിയിട്ട് നമുക്ക് വണ്ടി ഉടനെ തന്നെ ഞാൻ നാട്ടിലെത്തിയിട്ട് പണിയുന്നതായിരിക്കും. ദേണ്ട വീണ്ടും ഒരഞ്ഞു ഗൈസ്. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഈ താഴോട്ട് വെള്ളം കണ്ടില്ലേ, നദി, ഒരു പുഴ ഇങ്ങനെ പോകുന്ന കണ്ടില്ലേ നദി. ഇപ്പം ഏതൊരു വണ്ടിക്കാരൻ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നേരെ ചെന്നിട്ട് ആ നദിയിലോട്ടേ വീഴത്തുള്ളൂ. അതൊരു വിഷയം തന്നെയാണ്. ഓക്കെ ഗൈസ്, അതാണ് ഏറ്റവും വലിയ ഒരു വിഷയം. ഗൈസ്, അങ്ങനെ വരുന്ന വഴിക്കൊരു ഹമ്പ് കണ്ടു. ഈ ഹമ്പിൽ നമ്മുടെ വണ്ടി കീറുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വണ്ടി നല്ലോണം ലോവ് ചെയ്താണ്, വണ്ടി നല്ല താന്നാണ് ഗൈസ് കിടക്കുന്നത്.
അതുകൊണ്ട് തന്നെ വണ്ടി കയറുമെന്നുള്ള എനിക്ക് നല്ല ഡൗട്ടാണ്. പക്ഷെ വണ്ടി കയറ്റി നമ്മൾ ഇടയ്ക്ക് വെച്ച് നിൽക്കുമെന്നുള്ളതാണ് ഞാൻ ഒരുപാട് നോക്കുന്നുണ്ട്. കയറി അയ്യോ ഗൈസ്, ടയർ നിരങ്ങിപ്പോയി വണ്ടീൻ്റെ സൈഡിൽ. ഓ കണ്ടില്ലേ, ആകെ പണി കിട്ടി. ഇതിപ്പോൾ തിരിച്ചിട്ടും പറ്റുന്നില്ല. ഇതിപ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്ത് നോക്കാം. റിവേഴ്സ് എടുത്തിട്ട് ഒരു കാര്യവും ഇല്ല, വണ്ടി അനങ്ങുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഓക്കെ ഗൈസ്, വണ്ടി കിടന്നിടത്ത് തന്നെ കിടക്കുവാണ്, ഒരനക്കവും ഇല്ല. വണ്ടീൻ്റെ അടി മൊത്തം തട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇനിയും പോകാൻ കിടക്കുന്നു അങ്ങോട്ട്. ഗൈസ് എന്ത് ചെയ്യും ഗൈസ്, ആകെ പെട്ട അവസ്ഥയാണ്. ഇങ്ങനാണെങ്കിൽ എന്ത് ചെയ്യും ഗൈസ്? നമ്മുടെ കൂട്ടത്തെയാണ് വേറൊരാളും ഇല്ല ഒന്ന് സഹായിക്കാനായിട്ട്. ഇവിടാണ് വണ്ടിക്കാരൻ പോലും പോകുന്നില്ല. ഒരു വണ്ടിക്കാരനെങ്കിലും പോകായിരുന്നു, ഒരു സഹായം ചോദിക്കായിരുന്നു. ഇവിടെ അങ്ങനെ പോലും പോകുന്നില്ല. ആ സ്ഥാനത്ത് നമ്മൾ കിടന്ന് എന്ത് ചെയ്യാനാണ്? അതും പോരാത്തതിന് നമ്മൾ ഒറ്റയ്ക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഗൈസ്? ഒറ്റയ്ക്ക് കിടന്ന് ഇവിടെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം ഗൈസ്. എന്നാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാലോ? ഇത് പാർട്ട് 1 ആണ്, പാർട്ട് 2 ഉണ്ടായിരിക്കും. ബൈ ഗൈസ്.